ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരികയാണ് പോലീസുകാർ. ഗേറ്റ് പൂട്ടിയിരിക്കുകയായതുകൊണ്ട് ഹോൺ അടിക്കുകയാണ് അവർ. ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കുകയാണ് അലീന. ആരാ ചേച്ചിന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അലീന പറയുന്നു പോലീസാ. ടെൻഷനോട് കൂടി കൃഷ്ണ ചോദിക്കാണ്, അയ്യോ പോലീസോ? ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയല്ലേ, തുറക്കണ്ട ചേച്ചി. അലീന പറയുന്നു തുറക്കാതിരുന്നാൽ ശരിയാകത്തില്ല മോളെ, ഞാൻ പോയി ഗേറ്റ് തുറക്കാം. ചേച്ചിക്ക് പേടിയാകുന്നില്ലേന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അലീന ചോദിക്കാണ്, ഞാനെന്തിനാ പേടിക്കുന്നത്? കൃഷ്ണ പറയുന്നു, വേണ്ട ചേച്ചി, ഇവിടെ ഇപ്പം ആണുങ്ങൾ ആരും ഇല്ലല്ലോ, സാരമില്ല, അവര് വന്നതിന് എന്തെങ്കിലും കാര്യം കാണുമെന്ന് പറഞ്ഞ് അലീന ഗേറ്റ് തുറക്കാനായി പോവുകയാണ്. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ പോലീസുകാരൻ ചോദിക്കുന്നു, ഹോൺ അടിക്കുന്നത് കേട്ടില്ലായിരുന്നു, ഗേറ്റ് തുറക്കാൻ എന്താ ഇത്ര താമസം? അലീന പറയുന്നു, വീട്ടിനകത്തുനിന്ന് ഇറങ്ങി വരണ്ടേ സാറേ. അപ്പൊ പോലീസുകാരൻ പറയുകയാണ്, എത്ര നേരമായി ഹോൺ അടിക്കാൻ തുടങ്ങിയിട്ട്? അലീന പറയുന്നു, ഒന്നാമത് ഇവിടെ ആണുങ്ങൾ ആരും ഇല്ല സർ, ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഗേറ്റിന് പുറത്ത് പോലീസാണോ അല്ലയോ എന്ന് ജനലിൽ കൂടി നോക്കുമ്പോൾ ക്ലിയർ അല്ലായിരുന്നു. പോലീസുകാരൻ പറയുന്നു, അതെന്തിനാ ജനലിൽ കൂടി നോക്കുന്നത്? വാതിൽ തുറന്ന് ഇറങ്ങി നോക്കണം. ഇത് കേട്ട് അലീന പറയുകയാണ്, ഞങ്ങള് പെൺകുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ സർ, എന്ത് വിശ്വസിച്ചാ വാതിൽ തുറക്കുന്നത്? രമേശ് പറയുന്നു, ഇവിടുത്തെ ആൺപിള്ളേര് പീഡിപ്പിക്കാൻ പോയിട്ട് ലോക്കപ്പിലാണല്ലോ അല്ലേ, എന്താടി മിണ്ടാത്തത്? അലീന പറയുന്നു, സാറ് തന്നെയല്ലേ വന്ന് പിടിച്ചോണ്ട് പോയത്? രമേശ് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം, ചില തൊണ്ടി സാധനങ്ങൾ കണ്ടെടുക്കാനുണ്ട്. ഇത് കേട്ട് അലീന പറയുകയാണ്, സർ ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. രമേശ് പറയുന്നു, അത് സാരമില്ല, വനിതാ പോലീസ് ഉണ്ടല്ലോ, വാ ഇങ്ങോട്ട്. അങ്ങനെ ഇവർ അകത്തേക്ക് കയറി വരുമ്പോൾ ഫോണും പിടിച്ച് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് കൃഷ്ണ. രോഹിത്തിന്റെ റൂം എവിടെയാണെന്ന് രമേശ് ചോദിക്കുമ്പോൾ അലീന പറയുന്നു, മുകളിലാണ് സർ. രമേശ് ചോദിക്കാണ്, മുകളിലെന്ന് വെച്ചാൽ എവിടെയാ? ആകാശത്താണോ? അലീന പറയുന്നു, അപ്സ്റ്റെയറിലാണ്. രമേശ് ചോദിക്കാണ്, എത്ര റൂം ഉണ്ട് മുകളില്? 3 റൂം ഉണ്ടെന്ന് അലീന പറയുമ്പോൾ രമേശ് ചോദിക്കുന്നു, അതിലേതാണ് രോഹിത്തിന്റെ റൂം? അലീന പറയുന്നു, രണ്ടാമത്തെയാണ് സർ. രമേശ് ചോദിക്കാണ്, റൂം നമ്പർ ഉണ്ടോ? നമ്പർ ഇല്ല സാർ എന്ന് അലീന പറയുമ്പോൾ രമേശ് ചോദിക്കാണ്, പിന്നെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും രണ്ടാമത്തെ റൂം ആണെന്ന്? ഇവള് ബാലചന്ദ്ര മേനോന്റെ മോളല്ലേ? അതെ സാർ എന്ന് അലീന പറയുമ്പോൾ രമേശ് പറയുകയാണ്, ഇവളെയും കൂട്ടി മുകളിൽ ചെന്ന് രോഹിത്തിന്റെ റൂം ഒന്ന് സെർച്ച് ചെയ്യും. ഞാൻ പോകാൻ സാറിന് അലീന പറയുമ്പോൾ രമേശ് പറയുകയാണ്, നീ പോകണ്ട, അവര് നോക്കിക്കോളും. കീർത്തി വരും മോളെ എന്ന് പറഞ്ഞ് വനിതാ പോലീസ് കീർത്തി കൃഷ്ണയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ്. രമേശ് പറയുന്നു, എടോ താനും കൂടി ചെല്ല്, എല്ലായിടവും മരിച്ചു പറക്കി പരിശോധിക്കണം. ഇത് കേട്ട് കോൺസ്റ്റബിളും മുകളിലേക്ക് പോകുന്നു. രമേശ് പറയുകയാണ്, നീ ഈ കുടുംബത്തിലെ അംഗമല്ലല്ലോ, നീ ഏതോ ഓർഫനേജിൽ നിന്ന് വന്നതല്ലേ? അതെ സാറിന് അലീന പറയുമ്പോൾ രമേശ് ചോദിക്കുന്നു, നിന്നെ വീട്ടു ജോലിക്ക് എടുത്തതല്ലേ ഇവിടുത്തെ പ്രായം ചെന്നൊരു സ്ത്രീയെ നോക്കാൻ? അതേന്ന് അലീന പറയുമ്പോൾ രമേശ് ചോദിക്കാണ്, നിന്നെ ഈ വീട്ടിലുള്ള ആരെങ്കിലും ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? ചോദിച്ചത് മനസ്സിലായില്ലേ? ഇല്ല സാറിന് അലീന പറയുമ്പോൾ രമേശ് പറയുകയാണ്, പോലീസിന് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. അലീന ചോദിക്കുന്നു, ഞാനെന്തിനാ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്? രമേശ് പറയുകയാണ്, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇത് കേട്ട് അലീന ചോദിക്കുന്നു, സാറെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അപ്പൊ രമേശ് പറയുകയാണ്, ചോദ്യം ചോദിച്ചാൽ നിനക്കെന്താ മറുപടി പറയാൻ ഇത്ര മടി? അലീന ചോദിക്കുന്നു, ഏത് ചോദ്യത്തിനാ ഞാൻ മറുപടി പറയാത്തത്? ഈ സമയം കൃഷ്ണജിയും പോലീസുകാരും താഴേക്ക് ഇറങ്ങി വരികയാണ്. രമേശ് ചോദിക്കുന്നു, അവന്റെ റൂമിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? മയക്കുമരുന്നോ സിഡിയോ പെൻഡ്രൈവോ മാഗസീൻസോ എന്തെങ്കിലും? ഒന്നുമില്ല സാറിന് വനിതാ പോലീസ് പറയുമ്പോൾ രമേശ് പറയുകയാണ്, ഇവളെ കസ്റ്റഡിയിൽ എടുക്കുക, കൊണ്ടുപോയി ജീപ്പിൽ കയറ്റിക്കും. കൃഷ്ണ ടെൻഷനോട് കൂടി അലീനയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ വനിതാ പോലീസ് പറയുന്നു, നടക്കടി. വനിതാ പോലീസിന്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അലീന പറയുന്നു, കയ്യിലൊന്നും പിടിക്കണ്ട, എനിക്കറിയാം നടക്കാൻ. കൃഷ്ണയെ നോക്കിയിട്ട് അലീന അവരോടൊപ്പം പോവുകയാണ്. തിരിഞ്ഞെന്ന് അലീന പറയുന്നു, ഇത് കണ്ട് നീ പേടിക്കണ്ട, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പോയിട്ട് വരാം മോളെ, നീ വാതിലടച്ചിരുന്നോ? കൃഷ്ണ ചോദിക്കുന്നു, ചേച്ചി എപ്പോ വരും? ഞാൻ ആരെയാ വിളിച്ച് പറയേണ്ടത്? അലീന പറയുന്നു, ആരോടും പറയണ്ട, പ്രത്യേകിച്ച് അച്ഛനെ ഒന്നും അറിയിക്കരുത്, ധൈര്യമായിട്ടിരിക്കെ. വാ മതി സംസാരിച്ചെന്ന് പറഞ്ഞ അലീനയും കൂട്ടി വനിതാ പോലീസ് അവിടെ നിന്ന് പോവുകയാണ്. അലീന വിഷമത്തോടു കൂടി കൃഷ്ണയെ നോക്കുമ്പോൾ വനിതാ പോലീസ് പറയുന്നു, ഇങ്ങോട്ട് കയറി. അങ്ങനെ അവർ അലീനയെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നു. തുടർന്ന് അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രേവതിക്കുട്ടി. കൃഷ്ണ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ രേവതിക്കുട്ടി പറയുന്നു, ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ടെന്ന് വിശേഷം? എല്ലാം വിസ്തരിച്ച് പറ, കേൾക്കട്ടെ. കൃഷ്ണ പറയുന്നു, ഞാൻ അലീന ചേച്ചിയല്ല, ഞാൻ കൃഷ്ണജയ. രേവതിക്കുട്ടി ചോദിക്കുന്നു, കൃഷ്ണ മോളാണോ? അലീന ചേച്ചി എന്തിയാ മോളെ? കൃഷ്ണ പറയുകയാണ്, എന്റെ ചേച്ചിയെ പോലീസ് പിടിച്ചോണ്ട് പോയി. പുഞ്ചിരിച്ച് രേവതിക്കുട്ടി ചോദിക്കുന്നു, നട്ടുച്ചയ്ക്ക് തമാശ പറയുവാണോ അതോ കളിയാക്കുവാണോ? കൃഷ്ണ പറയുന്നു, ഞാൻ സത്യം പറഞ്ഞതാ, 5 മിനിറ്റ് പോലും ആയിട്ടില്ല, പോലീസുകാർ വന്ന് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയി. രേവതി ചോദിക്കുന്നു, എന്നതാ കൃഷ്ണമോളെ ഈ പറയുന്നത്? അലീന ചേച്ചി എന്തിനാ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്? ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന് കൃഷ്ണ പറയുമ്പോൾ ടെൻഷനോടുകൂടി രേവതി ചോദിക്കണം, അല്ല അലീന ചേച്ചി എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ചേച്ചി വല്ല കുറ്റവും ചെയ്തോ? കൃഷ്ണ പറയുന്നു, അലീന ചേച്ചി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ വേറെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി, അലീന ചേച്ചി ഒന്നും പറഞ്ഞില്ലായിരുന്നു. രേവതിക്കുട്ടി പറയുന്നു, ഇല്ലെന്നേ, ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടേ ഇല്ല. കൃഷ്ണ പറയുന്നു, പറയാൻ കൊള്ളാത്ത കാര്യമാ, ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങളെല്ലാം പത്രം വായിച്ചും ന്യൂസ് ചാനൽ കണ്ടും എല്ലാം അറിയും, എന്നാലും ഞാൻ പറയാം. രേവതി പറയുന്നു, ധൈര്യമായിട്ട് പറഞ്ഞു, അലീന ചേച്ചി എന്നോട് പറയാത്ത ഒരു കാര്യമില്ല. കൃഷ്ണ ചോദിക്കുന്നു, രോഹിയേട്ടന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? മയക്കുമരുന്ന് കുടിപ്പിച്ചതൊക്കെ? രേവതി പറയുന്നു, അതും പറഞ്ഞിട്ടുണ്ട്. കൊല്ലപ്പള്ളിയിലെ ആ വൃത്തികെട്ടവന്റെ കൂടെ ചേർന്ന് കാണിച്ച
തെമ്മാടിത്തരമല്ലേ? എനിക്കറിയാം, ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ പറയുന്നു, അതുപോലൊരു സംഭവം ഇന്നലെ ഉണ്ടായി. ആ ഹരിയേട്ടൻ വിളിച്ചുകൊണ്ട് പോയി കുടുക്കിയതാ രോഹിയേട്ടനെ. ഹരിയേട്ടൻ പ്രേമിക്കുന്ന ഒരു പെണ്ണിനെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 3-4 പേര് കൂടി. എന്താ സംഭവിച്ചെന്ന് ഇപ്പൊ ഇവിടെ ആർക്കും അറിയാൻ മേല. ആ പെണ്ണിപ്പം ഹോസ്പിറ്റലിലാ. രോഹിയേട്ടനെയും ഹരിയേട്ടനെയും എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. രേവതി ചോദിക്കുന്നു, അവരൊക്കെ ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണോ? കൃഷ്ണ പറയുകയാണ്, ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഇത് കേട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നു, അല്ല അലീന ചേച്ചി എന്തോത്തിനാ കൊണ്ടുപോയത്? കൃഷ്ണ പറയുകയാണ്, അലീന ചേച്ചിക്ക് അവര് മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ വിവരം ചോദിക്കാൻ വേണ്ടിയായിരിക്കും. രേവതി ചോദിക്കുന്നു, എന്നാലും ഒരു പെണ്ണിനെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമോ പോലീസുകാര്? കൃഷ്ണമോളുടെ അച്ഛനില്ലേ അവിടെ? കൃഷ്ണ പറയുന്നു, അച്ഛൻ ഹോസ്പിറ്റലിലാ. രാവിലെ പോലീസ് വന്ന് രോഹിയേട്ടനെ ഓടിച്ചിട്ട് അടിക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ കുഴങ്ങി വീണു. അപ്പൊ തന്നെ അലീന ചേച്ചി ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാ പോലീസ് പിന്നെ വന്നതും അലീന ചേച്ചിയെ കൊണ്ടുപോയതും. രേവതിക്കുട്ടി ചോദിക്കുന്നു, ഇപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്? കൃഷ്ണ പറയുകയാണ്, ഞാനും ബബിതേച്ചിയും മാത്രം. അലീന ചേച്ചി ഇന്ന് വരുമായിരിക്കുമല്ലേ? രേവതിക്കുട്ടി പറയുന്നു, ഞാൻ അങ്കിളിനോടും ആന്റിയോടും ഒന്ന് സംസാരിച്ചു നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന്. മനുചേട്ടനെ വിവരം അറിയിച്ചായിരുന്നോ അലീന ചേച്ചിയെ പോലീസ് പിടിച്ച കാര്യം? കൃഷ്ണ പറയുകയാണ്, മനുവേട്ടന്റെ അനിയനല്ലേ ഹരിയേട്ടൻ, അത് കാരണം അവരും ആകെ വിഷമിച്ചിരിക്കുക. രേവതിക്കുട്ടി ചോദിക്കുന്നു, നിങ്ങൾക്ക് നല്ല പിടിപാടുള്ള ബന്ധുക്കളാരും അവിടെ ഇല്ലേ? എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി എന്ന് കൃഷ്ണ പറയുമ്പോൾ രേവതി പറയുകയാണ്, എന്നാ ഇപ്പൊ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാമേ. തുടർന്ന് ഗ്രേസമ്മയുടെയും മാമച്ചന്റെ അരികിലേക്ക് വന്ന രേവതിക്കുട്ടി പറയുന്നു, അലീന ചേച്ചിയെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. ഞെട്ടി ഗ്രേസമ്മ ചോദിക്കുന്നു, എന്താ നീ പറഞ്ഞത്? അലീനയോ? നിന്നോട് ആര് പറഞ്ഞു? രേവതിക്കുട്ടി പറയുകയാണ്, അത് ഞാനിപ്പോ അലീന ചേച്ചിയെ ഫോൺ ചെയ്തായിരുന്നു. മാമച്ചൻ പറയുകയാണ്, അപ്പൊ അലീന പോലീസ് ലോക്കപ്പിൽ നിന്നായിരിക്കും ഫോൺ എടുത്തത്. ഇവൾ എന്നതാടി ഈ പറയുന്നത്? രേവതിക്കുട്ടി പറയുന്നു, അല്ല അങ്കിളെ, അലീന ചേച്ചി അല്ല ഫോൺ എടുത്തത്, അവിടുത്തെ കൃഷ്ണജിയ, ബാലചന്ദ്രൻ അങ്കിളിന്റെ ഇളയ മോള്. അലീന ചേച്ചി എന്തെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുക, ഇപ്പൊ പോലീസ് പിടിച്ചോണ്ട് പോയതേ ഉള്ളൂ, 2 മിനിറ്റ് പോലും ആയിട്ടില്ലാന്ന്. അവിടെ ഭയങ്കര സംഭവം ഉണ്ടായെന്ന്. മാമച്ചൻ ചോദിക്കുന്നു, പോലീസ് പിടിച്ചെന്ന് പറഞ്ഞത് സത്യമാണോ? നിനക്ക് ബോധ്യപ്പെട്ടോ? കരഞ്ഞുകൊണ്ട് രേവതി പറയുന്നു, ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കണം അങ്കിളെ, ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാമച്ചൻ ചോദിക്കുന്നു, ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാടി പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്? ഗ്രേസമ്മ പറയുന്നു, മാമച്ചായ അവള് പറയട്ടെ. എടി, അത് സത്യമാണെങ്കിൽ പിന്നെ അവിടെ വേറെ ആൾക്കാരില്ലേ? ബാലചന്ദ്രമേനോനില്ലേ? അല്ലെങ്കിൽ മനുശങ്കർ ഇല്ലേ? രേവതി പറയുന്നു, ഇത് അങ്ങനെയൊന്നും അല്ല ആന്റി. ആ രോഹിത് എന്ന് പറയുന്നവനുണ്ടല്ലോ, അലീന ചേച്ചി ഉപദ്രവിക്കാൻ ശ്രമിച്ചവൻ, അവനെ രാവിലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു. അവനും ഹരിശങ്കർ എന്ന് പേരുള്ള ഒരുത്തനും ഉണ്ട്. കൊല്ലപ്പള്ളി വീട്ടിലെ കമലമ്മയുടെ സൽപുത്രൻ. അവര് 2 കൂട്ടുകാരും കൂടി ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവർ. മാമച്ചൻ ചോദിക്കുന്നു, നീ എന്തുവാടി പറയുന്നത്? നടന്ന കാര്യമാണോ? രേവതി പറയുന്നു, എന്നോടിപ്പോ കൃഷ്ണജ പറഞ്ഞതാ. എന്നിട്ട് അവരെയെല്ലാം ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗ്രേസമ്മ ചോദിക്കുന്നു, രോഹിതിനെ അറസ്റ്റ് ചെയ്തോ? ചെയ്തെന്ന് രേവതി പറയുമ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, ഒരു കുറ്റവും പറയാനല്ല, അവനല്ലേ അലീനയെ മയക്കുമരുന്ന് കുടിപ്പിച്ചിട്ടെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. അന്നും ആ മറ്റവൻ ഉണ്ടായിരുന്നല്ലോ, ആ കൊല്ലപ്പള്ളിക്കാരൻ. അവന്മാർക്ക് അങ്ങനെ തന്നെ വേണം. രേവതിക്കുട്ടി പറയുന്നു, പക്ഷേ പോലീസുകാർ അറസ്റ്റ് ചെയ്തോണ്ട് പോയി നല്ല അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചരിത്രമെല്ലാം രോഹിതും ഹരിശങ്കറും പോലീസിനോട് പറഞ്ഞു. മാമച്ചൻ പറയുന്നു, അത് പറയിപ്പിക്കും, പോലീസല്ലേ, അടിച്ചു പറയിപ്പിക്കും. അവന്മാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ പുറത്തു പറയിപ്പിക്കും. ഗ്രേസമ്മ പറയുന്നു, അതെ, നീ അലീനയുടെ കാര്യം പറ, അവൾ എന്ത് ചെയ്തിട്ടാ? രേവതിക്കുട്ടി പറയുന്നു, അന്നത്തെ ആ സംഭവത്തിന്റെ മൊഴിയെടുക്കാനായിട്ട് പോലീസുകാർ വന്ന് കൊണ്ടുപോയതാ അലീന ചേച്ചിയെ. ഗ്രേസമ്മ ചോദിക്കുന്നു, അത് പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നോ? രേവതിക്കുട്ടി പറയുകയാണ്, അതിന്റെ കാര്യത്തിലാണെന്നാ കൃഷ്ണജ എന്നോട് പറഞ്ഞത്. ആ കൊച്ചാകെ പേടിച്ച് വിരണ്ടിരിക്കുക. അതും ബബിതയും മാത്രമേ ഇപ്പം വീട്ടിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, രാവിലെ വന്ന് പോലീസ് രോഹിതിനെ ഓടിച്ചിട്ടാ പിടിച്ചത്. ബാലചന്ദ്രൻ അങ്കിളുടെ മുന്നിലിട്ട് നല്ല അടിയും കൊടുത്തു. അങ്കിൾ ഒരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ. എല്ലാം കൂടി കണ്ടപ്പോൾ BP കയറി കുഴങ്ങി വീണു. അലീന ചേച്ചി ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലാക്കി. ഇപ്പൊ ICUവിൽ കിടക്കുക. അപ്പോഴേ പോലീസ് വന്ന് അലീന ചേച്ചി പിടിച്ചോണ്ട് പോയത്. ഗ്രേസമ്മ ചോദിക്കുന്നു, ഇതിനിപ്പം എന്താ മാമച്ചായ ചെയ്യാനുള്ളത്? മാമച്ചൻ പറയുകയാണ്, ഇതൊരു കുഴങ്ങി മറിയ പ്രശ്നമാണല്ലോ. പീഡനം എന്ന് പറയുന്നത് നമുക്കൊന്നും അടുക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. രേവതിക്കുട്ടി പറയുന്നു, പീഡിപ്പിച്ചവരൊക്കെ ഏത് നരകത്തിൽ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, ചേച്ചിയെ പോലീസ് കൊണ്ടുപോയില്ലേ, അതൊന്ന് അന്വേഷിക്കണ്ടേ? മാമച്ചൻ പറയുന്നു, അത് ചോദിക്കാൻ വേണ്ടി പിടിച്ചോണ്ട് പോയതായിരിക്കും, കുറച്ചു കഴിയുമ്പോൾ വിട്ടയച്ചോളും. രേവതിക്കുട്ടി ചോദിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ചോദിച്ചാ പോരെ? ചേച്ചി കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്നോതിനാ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയത്? അതിനകത്ത് ഏതാണ്ടൊരു കള്ളത്തരം ഇല്ലേ അങ്ങളെ? മാമച്ചൻ പറയുന്നു, വീട്ടിൽ വെച്ച് ചോദിക്കേണ്ട കാര്യമേ ഉള്ളൂ, അഥവാ കൊണ്ടുപോയാൽ തന്നെ ഉടനെ വിട്ടയക്കണം. ഇതിപ്പം നമുക്കൊന്നും അറിയാൻ നിവൃത്തിയില്ലല്ലോ. രേവതിക്കുട്ടി പറയുന്നു, പോലീസ് നോക്കുമ്പോൾ അലീന ചേച്ചി അവിടുത്തെ സെർവന്റ് അല്ലേ, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള വിചാരം പോലീസിനും കാണുമായിരിക്കും. മാമച്ചൻ ചോദിക്കുന്നു, നീ ആ കേസിനകത്തോട്ട് കയറിയോ? രേവതിക്കുട്ടി പറയുന്നു, എന്റെ ചേച്ചിയല്ലേ പോലീസ് പിടിച്ചോണ്ട് പോയത്, എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ? മാമച്ചൻ പറയുന്നു, അവളോട് എന്തു ആകാമെന്നുള്ള ഒരു വിചാരം പോലീസിനുണ്ടാകാൻ മേലായികയില്ല. എന്താ അതിന്റെ അർത്ഥമെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ മാമച്ചൻ പറയുകയാണ്, എന്ന് പറഞ്ഞാൽ ഇവള് പറഞ്ഞതിലും അല്പം കാര്യമുണ്ടെന്ന്. നീ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അലീനയുടെ ഫോണിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്ക്. രേവതി പറയുന്നു, ശരി, വിളിക്കാം. അങ്ങനെ അവർ ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. തുടർന്ന് പോലീസ് സ്റ്റോപ്പിൽ കൊണ്ടുപോകുന്ന അലീനയോട് വനിതാ പോലീസ് രോഹിത്തും ഹരിശങ്കറും അലീനയുടെ ചിത്രങ്ങളോ വീഡിയോയോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലെന്ന് അലീന പറയുമ്പോൾ വനിതാ പോലീസ് പറയുകയാണ്, ഉണ്ടെന്നാണല്ലോടി അവർ രണ്ടുപേരും പറഞ്ഞത്. ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അലീന പറയുമ്പോൾ കീർത്തി ചോദിക്കുന്നു, എങ്ങനെ വന്നു അവരുടെ കയ്യിൽ നിന്റെ ഫോട്ടോസ്? എനിക്കറിയില്ല എന്ന് അലീന പറയുമ്പോൾ കീർത്തി ചോദിക്കുകയാണ്, നീ അറിയാതെ എങ്ങനെ നിന്റെ ചിത്രങ്ങൾ അവരുടെ
മൊബൈലിൽ പകർത്തു. അലീന പറയുന്നു, എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം എനിക്കറിയില്ല എന്നാണ്. പെണ്ണ് പഠിച്ചവളാണല്ലോടി കീർത്തിന്ന് രമേശ് പറയുമ്പോൾ കീർത്തി പറയുകയാണ്, സ്റ്റേഷനിലോട്ട് പോട്ടെ, ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് അലീന. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. അലീനയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. പോലീസുകാർ അലീനയെ ജീപ്പിൽ നിന്ന് ഇറക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരെല്ലാം ചുറ്റും കൂടുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഫോട്ടോസും വീഡിയോസും എടുക്കുകയുമാണ്. അലീന ടെൻഷനോടുകൂടി ചുറ്റും നോക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരെയെല്ലാം മാറ്റി അലീനയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് പോലീസുകാർ. അകത്തേക്ക് കയറി വന്ന അലീന കാണുകയാണ് ലോക്കപ്പിൽ കിടക്കുന്ന ഹരിശങ്കറിനെയും രോഹിത്തിനെയും ഫ്രണ്ട്സിനെയും. ഹരി ദേഷ്യത്തോടുകൂടി അലീനയെ നോക്കുമ്പോൾ വിഷമത്തോടുകൂടി രോഹിത്തിനെ നോക്കുകയാണ് അലീന. രോഹിത് അലീനയുടെ മുഖത്ത് നോക്കാതെ കുനിങ്ങി നിൽക്കുന്നു. തുടർന്ന് അലീനയെ പോലീസ് കൊണ്ടുപോയെന്നറിഞ്ഞ മനു രക്ഷിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായി ഇറങ്ങുകയാണ്. തടഞ്ഞുകൊണ്ട് കമല പറയുന്നു, അങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോകണ്ട. അമ്മയാണോ അതോ അവളാണോ നിനക്ക് വലുത്? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി കമലയെ നോക്കുകയാണ് മനു. കമലയെ എതിർത്ത് അലീനയെ രക്ഷിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായി ഇറങ്ങുകയാണ് മനു. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.